ഏവർക്കും ലേൺ ബഡിയുടെ നമസ്കാരം. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പ്രിപ്പറേഷൻ എല്ലാവരുടെയും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. കോവിഡ് കാരണം മാറ്റിവെക്കപ്പെട്ട പല പരീക്ഷകളും വീണ്ടും പുനരാരംഭിച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പല ഉദ്യോഗാർത്ഥികളും അക്ഷമയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ് റെയിൽവേയുടെ എക്സാംസ്. ഡിസംബർ 15 റെയിൽവേ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് 1-2 മാസങ്ങൾക്കിടയിൽ വന്നിരുന്നെങ്കിലും പല ആളുകളും ഇന്നും കൺഫ്യൂസ്ഡ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. റെയിൽവേ എക്സാംസ് ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്യുമോ, ചെയ്താൽ ഏത് എക്സാം ആയിരിക്കും തുടങ്ങുക, കൂടാതെ എക്സാം കണ്ടക്ടിങ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഗ്രൂപ്പ് ഡിക്കാർക്കും NTPC-ക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നതായിരിക്കാം. NTPC ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും തുടർന്നും കണ്ടുകൊള്ളുക. RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒക്ടോബർ 30 അതായത് ഇന്ന് വന്നിരിക്കുന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണുള്ളത്. ഇതിലെ തേർഡ് പോയിന്റ് ശ്രദ്ധിക്കുക. ഡിസംബർ 15 23 ഇടയിൽ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിന്റെ എക്സാം ആയിരിക്കും ഒരു പക്ഷേ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ അർത്ഥം എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മിനിസ്റ്റീരിയൽ പോസ്റ്റിന്റെ എക്സാം ആയിരിക്കും ആദ്യം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ NTPC എക്സാമോ എന്നിവ ചിന്തിക്കുന്നുണ്ടാകും. എന്തായാലും ഡിസംബർ 23 വരെ ഇല്ല എന്ന് ഉറപ്പിക്കാമല്ലോ. സോ ഡിസംബർ 23 ശേഷം ഒരു പക്ഷേ ജനുവരി തുടക്കത്തിലായിരിക്കാം നമ്മുടെ NTPC എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഡിസംബർ 23 ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്ന ധാരണയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഗ്രൂപ്പ് ഡിക്കാർക്കുള്ള അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും അറിഞ്ഞു കാണും, നവംബർ 2 ആണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം കണ്ടക്ടിങ് ഏജൻസിക്കുള്ള ടെൻഡറിന്റെ ലാസ്റ്റ് സ്റ്റേജ്. സോ തീർച്ചയായും നവംബർ 2 അത് ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം അവിടെയും എക്സാം കണ്ടക്ടിങ് ഏജൻസി സെലക്ട് ആകും. അങ്ങനെയെങ്കിൽ എക്സാം കണ്ടക്ടിങ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നിപ്പോ പലരും ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് അതിലേക്കൊന്ന് പോവാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി നീട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഒക്ടോബർ 5 ഇതിനു മുമ്പ് ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. ഒക്ടോബർ 5 തന്നെ ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുള്ളത് ക്ലോസ് ചെയ്യപ്പെടുകയുണ്ടായി. സോ അതിന്റെ ടെക്നിക്കൽ ഇവാലുവേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫിനാൻഷ്യൽ ബിഡ് പ്രോസസ്സിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. സോ അതും കൂടി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ഏത് ഏജൻസിക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാമെന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ ബിഡിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ടെൻഡർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന്റെ ഒരു അപ്ഡേറ്റും റെയിൽവേയുടെ സൈറ്റിൽ ലഭ്യമാണ്. IREPS വെബ്സൈറ്റിൽ പോയാൽ നമ്മളിൽ കാണാൻ പോകുന്ന അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രീ ബിഡ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത ഏജൻസികളാണ്. സോ ഇവരൊക്കെ തന്നെയായിരിക്കും ടെൻഡറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ നോക്കുകയാണെങ്കിൽ NSCIT പ്രൈവറ്റ് ലിമിറ്റഡ്, TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, സിഫി ടെക്നോളജീസ് ലിമിറ്റഡ്, മെറിറ്റ് ട്രാക്ക്, ഈ 4 ബിഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇതിൽ TCS എല്ലാവർക്കും ഇപ്പോൾ പരിചിതമായിരിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓൺലൈൻ എക്സാംസ് പലതും കണ്ടക്ട് ചെയ്യുന്ന TCS തന്നെയാണ്. റെയിൽവേ എക്സാംസ്, അതുപോലെ നിലവിലുള്ള SSC എക്സാംസ്, പിന്നെ ബാങ്കിങ് എക്സാംസ് നടത്തുന്നത് TCS ആണ് എന്നാണ് അറിയപ്പെടാൻ സാധിക്കുന്നത്. ഇനി സിഫി ടെക്നോളജീസ്, ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാങ്കിന്റെയും SSCയുടെ ഒക്കെ ആ സമയത്ത് ഇതിന്റെയൊക്കെ എക്സാം നടത്തിക്കൊണ്ടിരുന്നത് സിഫി ആയിരുന്നു. അവിടെ നിന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇത് ഏറ്റെടുക്കുകയുണ്ടായത്. സോ സിഫിയും ഏകദേശം പേര് കേട്ട പഴക്കം ചെന്ന ഏജൻസി തന്നെയാണ്. ഇനി NSCIT പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് ശരിക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു സബ്സിഡറി ഫേം തന്നെയാണ്. NSCIT പ്രൈവറ്റ് ലിമിറ്റഡ് റെയിൽവേയുടെ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പലർക്കും അതൊരു പുതിയ അറിവായിരിക്കാം. 2019 RPFന്റെ എക്സാം നടന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അത് നടത്തിയത് NSCIT പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. സോ അറൌണ്ട് 70 lakh സ്റ്റുഡൻസിന് പരീക്ഷ നടത്തിയുള്ള എക്സ്പീരിയൻസ് ഇവർക്കുണ്ട് റെയിൽവേയിൽ മാത്രം. സോ എന്തായാലും അവരും അപ്പോൾ പൊട്ടൻഷ്യൽ ബിഡർ തന്നെയാണ്. എന്ത് തന്നെയായാലും ടെക്നിക്കൽ സ്കോർ ഒക്കെ ഇവർ പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ ബിഡ് സബ്മിറ്റ് ചെയ്ത ആരാണോ അവർക്കായിരിക്കും കൊടുക്കുക എന്നറിയാം.
ഇനി ഗ്രൂപ്പ് ടിയുടെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ടിയിലും ഇതുപോലെ തന്നെ പ്രീ ബിഡ് കോൺഫറൻസ് കഴിഞ്ഞു, അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അവിടെ 2 ബിഡേഴ്സ് ആണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്, NSE-IT ലിമിറ്റഡും TCS. സോ NTPCയിലുള്ള 2 പേര് മാത്രമേ ഇവിടെ ബിഡ് ചെയ്തിട്ടുള്ളൂ. സോ അതിന്റെ അർത്ഥം ഒരു പക്ഷേ മുൻഗണന TCSന് ലഭിച്ചേക്കാമെന്ന് തോന്നിയേക്കാം. കാരണം ഒത്തിരിയധികം എക്സ്പീരിയൻസ് ഉണ്ട്, കുറേയധികം എക്സാംസ് കണ്ടക്ട് ചെയ്തുള്ള ഒരു അനുഭവ സമ്പത്ത് അവർക്കുണ്ട്. എന്നിരുന്നാലും റെയിൽവേയുടെ ഒരു എക്സാം NSE-IT ലിമിറ്റഡ് നടത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും ഇതിനകത്ത് ഈക്വൽ സാധ്യത തന്നെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ഏജൻസിയാണ് എക്സാം നടത്താൻ പോകുന്നത് അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം ഈ കണ്ട ഏജൻസികളുടെയൊക്കെ പരീക്ഷകൾ പല ആൾക്കാരും പലപ്പോഴായിട്ട് എഴുതിയിട്ടുണ്ടാകും. TCSന്റെ ഉണ്ടാവും, NSE-ITയുടെ RPF എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ സിഫിയുടെ ആണെങ്കിൽ പഴയ SSC ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതിയ ആൾക്കാർക്കും അതിൽ ഏകദേശം പരിചയം ഉണ്ടാവും. പിന്നെ മെറിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ പല ആൾക്കാർക്കും പുതുമ തോന്നാൻ പോകുന്നത്. അത് ആക്ച്വലി മണിപ്പാൽ ഗ്രൂപ്പിന്റെ തന്നെ ഒരു സബ്സിഡറി ഫേം ആണ്. സോ ഈ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് എക്സാം നടക്കുമെന്ന് ഇപ്പൊ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുമെന്ന് ഉറപ്പായല്ലോ. സോ അങ്ങനെയെങ്കിൽ പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തൊട്ട് കമ്മിറ്റഡ് ആയിട്ട് തുടങ്ങുക. ഇനി എക്സാം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗൈഡ് ലൈൻസിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ദിവസം 2 ഷിഫ്റ്റുകളെ ഉണ്ടാവൂ. സാധാരണഗതിയിൽ 3 ഷിഫ്റ്റുകളോ കൂടിപ്പോയാൽ 4 ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവാറുള്ള പരീക്ഷകൾ ഇനി 2 ഷിഫ്റ്റ് നിലവിലുണ്ടാവും. കാര്യം ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, ഒരു സ്ലോട്ടിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവിടെ എടുക്കേണ്ട കുറെ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ബാച്ചിനെ കയറ്റാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ NTPC എക്സാം തുടങ്ങിയാൽ ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലും തീരാനായിട്ട് 2.5 മാസം വരെ പിടിച്ചേക്കാം. സോ ഇനി ജനുവരിയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ മാർച്ച് അവസാനം വരെയൊക്കെ പരീക്ഷ നീണ്ടുപോയേക്കാം. സോ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ടെൻഡർ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് തീയതി November 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം എക്സാം കണ്ടക്ടിംഗ് ഏജൻസി ഫൈനലൈസ് ആവുന്നുണ്ടാവും. സോ NTPC പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് തന്നെ ഗ്രൂപ്പ് ഡി എക്സാമും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ചില സംസ്ഥാനങ്ങൾ അസംബ്ലി ഇലക്ഷൻസ് നടക്കാൻ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അത് വെച്ച് എന്തെങ്കിലും സമയമാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടാവുള്ളൂ. സോ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇനി എന്തായാലും ഫാസ്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തോളുക. എക്സാം എന്നുണ്ടാവുമെന്നുള്ള ടെൻഷൻ ഇല്ലാതെ, അതിനെക്കുറിച്ച് ബോധേഡാവാതെ മാക്സിമം ടൈം വിനിയോഗിച്ചുകൊണ്ട് മാക്സിമം എഫോർട്ട് ഇടുക. നിങ്ങളുടെ മാക്സിമം എക്സാമിലും കൊടുക്കുക. ഇനി വരുന്ന 5-6 മാസം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഇമ്പോർട്ടന്റ് ടൈം ആയിരിക്കും. കാരണം കുറേയധികം പരീക്ഷകൾ ഇനി വരുന്ന ഈ സമയങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കിക്കൊള്ളുക. എക്സാം ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ അതും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇതുവരെ പറഞ്ഞ ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക, മറ്റുള്ളവർക്കും പഠിക്കാനുള്ള പ്രചോദനം നൽകുക. അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.